അനാവശ്യ കാരണങ്ങൾക്കായി സഭ തടസ്സപ്പെടുത്തി ഓരോ പാർലമെന്റ് സമ്മേളനത്തിലും പ്രതിപക്ഷം പൊതുഖജനാവിന് വരുത്തുന്ന നഷ്ടം കോടികളുടേതാണ്. ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ മാത്രം ഇങ്ങനെ പ്രതിപക്ഷം പാഴാക്കിയത് ഏകദേശം 57 കോടി രൂപ. 19 മണിക്കൂർ 13 മിനിറ്റാണ് ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. आप इधर जाकर मंत्री बोल रहे हैं, आसन पे जाके खड़े हो रहे हैं, सत्ता पक्ष की तरफ बैनर लेकर आ रहे हैं. मर्यादा पहले भी विरोध हुआ है, लेकिन मर्यादा कभी किसी ने नहीं तोड़ी. വെള്ളം, വൈദ്യുതി, ജീവനക്കാരുടെ ശമ്പളം, സുരക്ഷ ഉൾപ്പെടെ 1 മിനിറ്റ് ലോക്സഭ സമ്മേളിക്കാൻ ചിലവ് 2.5 ലക്ഷം രൂപയിലധികമാണ്. 1 മണിക്കൂർ ലോക്സഭ ചേരാൻ ചിലവ് 1.5 മുതൽ 2 കോടി രൂപ വരെ. ഇങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയ 19 മണിക്കൂർ 13 മിനിറ്റ് പൊതുഖജനാവിൽ നിന്നും പാഴായത് 57 കോടി രൂപയോളമാണ്. വരും ദിവസങ്ങളിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. अभी तक 19 घंटे 13 मिनट सदन का समय बर्बाद हुआ है. 140 करोड़ जनता की अपेक्षा रहती है सदन चले, चर्चा हो, संवाद हो, लेकिन आप सभागृह की मर्यादाओं को समाप्त कर रहे हैं. ജനോപകാരപ്രദമാകേണ്ട ഒട്ടനവധി ചർച്ചകൾ നടക്കേണ്ട വേദിയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എംപിമാർക്ക് ഉന്നയിക്കാൻ ലഭിക്കുന്ന അവസരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന്മേൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയാൽ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും നഷ്ടമാകാൻ പോകുന്നത് ഇതിലേറെ കോടികളാകും. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുലിന് 45 മിനിറ്റ് നേരം സംസാരിക്കാൻ അവസരം ലഭിച്ചു. സഭാ ചട്ടങ്ങൾക്ക് നിരക്കുന്നത് മാത്രമാകണം സഭയിൽ ഉന്നയിക്കാനെന്ന സ്പീക്കർ റൂളിംഗ് നൽകിയിട്ടും രാഹുൽ പാലിച്ചില്ല. പ്രതിഷേധമെന്ന പേരിൽ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച 8 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ പേരിൽ നിരന്തരം സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നു. ഇതിൻ്റെ യഥാർത്ഥ നഷ്ടം ആർക്കാണ്? കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നാണോ പ്രതിപക്ഷ നയമെന്ന് സ്വാഭാവികമായും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.